ബിരുദം നേടുമ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ ചെയ്യുന്ന പ്രതിജ്ഞ 5 വർഷത്തേക്കല്ല, ജീവിതകാലം മുഴുവനുമാണെന്ന് വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 22ാമത് ബിരുദദാനം സർവകലാശാല സെനറ്റ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. This particular field is a service field. You all are aware that you are not entering this field just to make money there. It is not a money-making machine or money-making service. It is a service to the society that has to come from the bottom of your heart, within your mind. The oath which you have taken just now describes everything, tells you what it is, what you are today and what you are going to be tomorrow. The oath itself, if we understand, try to learn it, and then we can certainly make it a way of our life. You will understand what I am here for this country, for these people. ഒരു തൊഴിൽ നേടാനുള്ള ഉപാധി എന്ന നിലയിൽ ബിരുദത്തെ കാണുകയല്ല, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള അർപ്പണബോധത്തോടെ സമൂഹത്തെ സേവിക്കാൻ സന്നദ്ധരാവുകയാണ് മെഡിക്കൽ ബിരുദധാരികൾ ചെയ്യേണ്ടത്. ഗ്രാമങ്ങളിൽ ചെന്ന് ലാഭേച്ഛയില്ലാത്ത സേവനമനുഷ്ഠിക്കാൻ മെഡിക്കൽ ബിരുദധാരികൾ തയ്യാറാകണമെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. 7 അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള 7457 വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ ബിരുദധാരികളായത്. ഇവരിൽ 2363 പേർ ബിരുദാനന്തര ബിരുദധാരികളും 11 പേർ PhD അവാർഡ് ജേതാക്കളും 5053 പേർ ബിരുദധാരികളും ആണ്. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയ 12 വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും ഫലകവും നൽകി ആദരിച്ചു. പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ CP വിജയൻ, രജിസ്ട്രാർ പ്രൊഫസർ S ഗോപകുമാർ, 7 മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ഫാക്കൽറ്റി ഡീൻസ്, ഗവേണിംഗ് കൗൺസിൽ, അക്കാഡമിക് കൗൺസിൽ അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2010 സ്ഥാപിതമായ ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയവരുടെ സംഖ്യ ഇതോടെ 1,89,497 TCV തൃശൂർ.